വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എത്രാമത്തെ ദിവസമാണെന്നുള്ള കൗണ്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മളിന്ന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എത്രമാത്രം നിങ്ങൾക്ക് ഓഡിബിൾ ആയിരിക്കും എന്ന് അറിയില്ല. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം സെറ്റപ്പ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്തെങ്കിലും വിശക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം. നല്ല ടയേർഡാണ്. പക്ഷെ നമ്മളതൊക്കെ അതിജീവിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ. മഴയായിരുന്നു ഗായ്സ്. സോ അതാണ് നിങ്ങൾ ഈ വെള്ളമൊക്കെ ഇങ്ങനെ കാണുന്നത്. ഇപ്പോഴാണ് മഴയൊന്ന് കുറഞ്ഞത്. ആ ഒരു ടൈമിൽ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഉബൂദ് പാലസിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആരെയും കാണാനൊന്നുമില്ല. ടിക്കറ്റ് ഒന്നും എടുക്കണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് നമ്മളിങ്ങനെ നടന്ന് കാണുകയാണ്. ഉബൂദ് പാലസ് വലുതായിട്ടൊന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാം, ഒരുപാട് കഫേ ഓപ്ഷൻസ് ഉണ്ട്. അതും നല്ല ഭക്ഷണമാണ് കേട്ടോ. എല്ലായിടത്തിലും നമ്മൾ ഇവിടുന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പാൻ കേക്ക്, പിന്നെ തിരാമിസു, മാച്ച, പിന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, വാട്ടർമെലൺ ജ്യൂസ്, എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പം നമ്മൾ ഫേമസ് ബാലി സ്വിംഗ് ചെയ്യാൻ പോവാണ്. സോ എക്സൈറ്റഡ്. അതുപോലെ തന്നെ കുറച്ച് സ്കേർഡും ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറാന് പെർ പേഴ്സൺ 50K ആണ് വരുന്നത്. 2 പേർക്ക് 1 lakh ആവും. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഫേമസ് ലുവാങ് കോഫി. ഇതാ ആ സാധനം ഇല്ലേ, അത് കടക്കിടക്കുന്നത് ആണെന്നറിയോ. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേജസ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. അതിനെ കൊണ്ട് ഇത് കഴിപ്പിക്കും, എന്നിട്ട് അപ്പടിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വേറൊരു കൗണ്ടർ ഉണ്ട്. അവിടെ നിന്ന് നമ്മളിതാ റെൻ്റൽ ഡ്രസ്സ് എടുക്കുന്നില്ലേ, അതിന് പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ സ്വിങ് സെലക്ട് ചെയ്യണം. 2-3 ടൈപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് കപ്പിളായിട്ട് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ കപ്പിൾ ചൂസ് ചെയ്തില്ല. അതത്ര രസമില്ലായിരുന്നു. നമ്മൾ വേറെ കപ്പിൾ ചെയ്യുന്ന കണ്ടപ്പോൾ അത്ര ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമുക്ക് വേറെ ഫോട്ടോഗ്രാഫറൊക്കെ ഹയർ ചെയ്ത് വീഡിയോ കൊടുക്കാനൊക്കെ പേയ്മെൻറ്റ് വേറെ ഉണ്ട്. കുറേ ഔട്ട്ഫിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏത് കളർ വേണോ അത് ചൂസ് ചെയ്യാം. ഞാൻ ഒരു സേഫർ സൈഡ് എന്നുള്ള രീതിക്ക് റെഡായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 2 to 3 minutes ഒക്കെയാണ് നമുക്കിത് ചെയ്യാനുണ്ടാവുക. ആ ഒരു സമയത്ത് നമ്മൾ ഓടി നടന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുക, അതൊക്കെ തന്നെയാണ് പരിപാടി. ഇവിടെ നമുക്ക് വേറെ ഒരുപാട് ചെറിയ ചെറിയ ഫോട്ടോ ബൂത്ത്സ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാം. കുറേ നടന്ന് കണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഗായ്സ്, അങ്ങനെ ബാലി സ്വിങ് ചെയ്തു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കണ്ണ് അടച്ചിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ കണ്ണൊന്നും തുറന്നിട്ടില്ല. ഞാൻ അവസാനം അവർ പറഞ്ഞു കുറച്ചുകൂടി ഉണ്ട്, 2-3 പ്രാവശ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കിത് നിർത്തണം. അത്രയും പേടിയായിരുന്നു ഗൈസ്. പക്ഷെ നമുക്ക് ആ ഒരു ഫോട്ടോ നൈസായിരിക്കും. ഞാൻ ഒന്നും നോക്കിയില്ല. അർജുൻ്റെ അടുത്ത് തന്നെ നീ ബേർത്തല്ല, അത് ഫോട്ടോ ചെക്ക് ചെയ്യാതെ നീ ബേർത്തല്ല. കാരണം ഞാൻ കണ്ണ് തുറന്നില്ല. വേണ്ട, അയ്യോ, ആകെ ടെൻഷൻ അടിച്ച് ടയേർഡായിപ്പോയി. എനിവേ എനിക്ക് അടിപൊളിയാന്ന് പറയാനാവില്ല. കാരണം എനിക്ക് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ടാണ്. പക്ഷെ ബാക്കി എല്ലാവർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെയാണ്, വലിയ പേടിക്കാനൊന്നും ഇല്ല. പക്ഷെ എനിക്ക് എൻ്റെ ടോളറൻസ് ലെവൽ ഭയങ്കര ലോ ആണ്. അതുകൊണ്ടാണ് മസ്റ്റായിട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്ത ATVൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബാലി സ്വിങ് ചെയ്തിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാൻ വന്നിരിക്കുകയാണ്. ദ ഫേമസ് ATV റൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആർ യു എക്സൈറ്റഡ്? ഷുവറോ? എന്താ ഒരു ഡിപ്രഷൻ അടിച്ചു? മഴ പെയ്താലായിരിക്കുമല്ലോ ഇത് ഭയങ്കര കൂടുതൽ ഫണ്ണായിട്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ടിക്കറ്റ് എടുത്തു പറഞ്ഞത്. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ടേൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു ഇവിടുന്ന് ബൂട്ട്സും ഹെൽമെറ്റും നിങ്ങൾ ചൂസ് ചെയ്തോ എന്നുള്ളത്. നിങ്ങൾ ഫുൾ സെറ്റായി. ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ടാണ്, കാരണം മഴ പെയ്യുന്നുണ്ട്. അല്ലെങ്കിലും നമ്മൾ റെയിൻ കോട്ട് ഇടുന്നത് നല്ലത്. കാരണം ഫുൾ ചളി ഇങ്ങനെ എല്ലാവരുടെ ഡ്രസ്സിൽ ഇങ്ങനെ ചളി ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു. സോ ബെറ്റർ റെയിൻ കോട്ട് ഇടുന്നതായിരിക്കും. അർജുൻ, എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എനിക്ക് ഫുൾ പേടി തന്നെ.
ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. കുറച്ച് ടാസ്കാണ്, പക്ഷെ നമ്മൾ സേഫായിട്ട് തിരിച്ചെത്തൂലേ? ഞങ്ങൾക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ കുറേ ആക്സിഡൻസിൻ്റെ വീഡിയോസൊക്കെ നമ്മളിങ്ങനെ തലേ ദിവസം വെറുതെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നേരം അത് തന്നെയായിരുന്നു വരുന്നുണ്ടായിരുന്നത്. നമ്മൾ അതിൻ്റെ പറ്റിയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും സേഫായിരിക്കും എന്നുള്ളതൊക്കെ. ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നവും ഞങ്ങളെ കൂടെ വന്നവർക്കോ ഞങ്ങൾക്കോ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫസ്റ്റ് പോകുന്നത് മുന്നിൽ നമ്മളെ ഇൻസ്ട്രക്ടർ പോകുന്നുണ്ടാവും, പിന്നെ നമ്മളൊരു 4-5 പേരായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ 4 ബൈക്കിലായിട്ട് കപ്പിൾസായിട്ടും ഉണ്ടായിരുന്നു, അങ്ങനെ അല്ലാതെയും ഉണ്ടായിരുന്നു. അപ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ടായപ്പോൾ നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ഒരു വേറെ ലെവൽ രീതിയിൽ ഈ ഒരു റൈഡ് നമുക്ക് ഫീലായത്. അത്രയും അടിപൊളിയായിരുന്നു. ഈ ഒരു വഴിയൊക്കെ ഇവർ സെറ്റ് ചെയ്തതുണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും നമ്മളൊരു കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ബുക്ക് ചെയ്യാൻ പോയപ്പോൾ ആ ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയാണെങ്കിൽ കൂടുതൽ ഫണ്ണായിരിക്കും എന്നുള്ളത്. ശരിക്കും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ബാലിയിൽ വന്നിട്ട് ചെയ്തതിൽ വെച്ചിട്ട് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം, നമുക്കൊരു വേർത്തായിട്ട് തോന്നിയൊരു കാര്യം തന്നെയാണിത്. പിന്നെ വാട്ടർഫോളിലൂടെ പോകുന്നുണ്ടായിരുന്നു, കുറേ ഗുഹകളിലൂടെ പോകുന്നുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് ഇതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ വേറെ ഒരു ഷോർട്സൊക്കെ ആയിട്ട് അത് പോസ്റ്റ് ചെയ്യാം. അർജു, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ബാലിയിൽ വന്നിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്. അത്ര അടിപൊളി. ഗുണ കേവിന്റെ ഉള്ളിലൂടെ എല്ലാം പോകുന്ന പോലെ എനിക്ക് ഫീൽ ആയി. നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ല, അത്രയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ചെയ്തില്ലെങ്കിലും ഭയങ്കര മോശമായി പോയിരുന്നു. പേടിക്കണം, കുറച്ച് അഡ്വഞ്ചറസ്, ഭയങ്കര അഡ്വഞ്ചറസ് തന്നെയാണ്. പക്ഷെ എല്ലാരും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന എല്ലാരും നല്ല സേഫ് ആയിട്ട് തന്നെ പക്ഷെ ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് പിന്നെ ലഞ്ച് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ലഞ്ച്. എനിവേ നമുക്കിത് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അല്ലെ, ഇന്ന് മൊത്തത്തിൽ അടിപൊളിയാ അല്ലേ? മഴ ഉണ്ടായിരുന്നതാണ് കൂടുതൽ അടിപൊളിയാക്കിയതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. നിന്റെയോ? മഴ സെറ്റ് മഴ ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മഴക്കാലത്ത് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. സോ റൈഡർ കണ്ണാപ്പി ഈസ് റെഡി. ലെറ്റ്സ് ഗോ ഗൈസ്. അവന്റെ വ്ളോഗും ചെക്ക് ചെയ്യാം. അവൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ നീ ഇടുവോ? അപ്പൊ അവന്റെ വ്ളോഗും ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മളിവിടെ തീർത്ഥപുര ടെമ്പിൾ തീർത്ഥ എംപിൾ മറ്റുള്ള ടെമ്പിളിന്റെ അവിടെ എത്തിയതാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 75% പെർ പേഴ്സൺ 75 ആണ് വരുന്നത്. സോ നമുക്കിനി ഉള്ളിലേക്ക് വരാം. ടിക്കറ്റ്. ഇതൊരു സോൾ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ നമ്മൾ അതിന് വന്നിരിക്കുകയാണ്. ഈ ഒരു ടെമ്പിളിൽ നിന്നുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും അതും ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അപ്പം നമുക്ക് ഞാൻ വേറെ ചെയ്തിരിക്കുന്നുണ്ടല്ലേ ഗ്രീൻ കളർ, ആ ക്ലോത്ത് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. നമ്മളെ ക്ലോത്ത്സൊക്കെ നമുക്ക് ലോക്കറിൽ വെക്കാനും പറ്റും. അപ്പം നമ്മൾ ഇങ്ങനെ ഓരോ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ശുദ്ധി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സംഭവമാണ്. നമ്മൾ ഇനി ഫ്യൂച്ചറിലേക്കുള്ളതും പാസ്റ്റിലുള്ളതും അങ്ങനെ അങ്ങനത്തെ ഒരു സ്പിരിച്വൽ ഒരു സംഭവമാണ്. വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ആദ്യം കുറച്ച് പേടിയായിട്ടുണ്ടായിരുന്നു എനിക്ക്, പിന്നെ അങ്ങ് ഇരുന്നപ്പോൾ അങ്ങ് സെറ്റായി. പിന്നെ ഇതിൽ മീനൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കടിക്കുമെന്നൊക്കെ പേടിച്ചിട്ട് എനിക്ക് ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അർജു എക്സ്പീരിയൻസ് ഇവിടുത്തെ? ഞാൻ പുതിയൊരു മനുഷ്യനായി മാറി. സൂപ്പറായിരുന്നു, റിഫ്രഷിംഗ്, ഫാന്റാസ്റ്റിക്. അപ്പൊ ഗായ്സ് നമ്മള് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഗായ്സ് നമ്മള് റൂമിലെത്തിയപ്പോൾ ചെറിയതായിട്ട് അവര് ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അർജുൻ്റെ പണിയാണ്. പിന്നെ കേക്കൊക്കെ അർജു വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാപ്പനീസ് ചീസ് കേക്ക്. അപ്പൊ അതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു.
ഹലോ ഗൈസ്, നെക്സ്റ്റ് ഡേ ആണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളിന്ന് വലിയ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല. നോർമൽ ഇവിടെ ഉണ്ടാകുന്ന ദിവസം നമുക്ക് എന്താണോ ചെയ്യുന്നത്, എല്ലാ ദിവസവും എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ കറങ്ങാൻ പോകുന്നതാണ്. പക്ഷെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ ബർത്ത്ഡേ വേറൊരു രാജ്യത്ത് വെച്ചിട്ട് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത്. അതെനിക്ക് സാധിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ബേബി. അപ്പം ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമ്മൾ നേരെ ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഹായ് അർജു, ക്ഷീണമുണ്ടോ? ചെറുതായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെറുതായിട്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. സാരി ടെമ്പിൾ ആർട്ട് ഗാലറിയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സോ നമുക്ക് ടിക്കറ്റ് എടുക്കാം. എൻട്രൻസ് ഫീ വരുന്നുണ്ട്. പാക്കേജ് ഡീറ്റെയിൽസ് ഇതാണ്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അറിയാൻ വരികയാണെങ്കിൽ അടിപൊളി സ്ഥലമാണ്. നമ്മളെന്തായാലും കയറി നോക്കട്ടെ. ഇവിടുന്ന് ആക്ച്വലി എനിക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഷോർട്സ് ഫോമിലാണ് കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എനിക്ക് അത്ര വേർത്തായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് അത്ര ഭയങ്കര ഭംഗിയായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു സ്പേസാണ്. നമ്മൾ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്ര വലിയ ഒരു സ്പേസൊന്നും ആയിരുന്നില്ല. ആ ഒരു പൈസയ്ക്കകത്ത് വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഈ ലോങ് വീഡിയോ ഫോമാറ്റിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാനിതിൻ്റെയൊക്കെ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കഫേയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചെറുതായിട്ട് നമ്മളൊരു കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ക്ലൈമറ്റ് ആകെ ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മഴ പെയ്യും എന്നുള്ള ഒരു രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രാഫിക് എന്തായാലും മുൻകൂട്ടി കണ്ടിട്ട് വേണം ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ സമയമൊക്കെ നോക്കിയിട്ട് ഇറങ്ങാനായിട്ട്. പിന്നെ അങ്ങോട്ട് നല്ലോണം മഴ പെയ്തു കേട്ടോ. നമ്മൾ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യുക. കാരണം ഇത്രയും ദിവസം ഒരു ഹെക്റ്റിക് ഡേയ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം റൂമിൽ റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ പുറത്തൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് അങ്ങ് വിചാരിച്ചു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നാണ് ഇവിടെ വരുന്നുണ്ടായിരുന്നത്. ലാസ്റ്റ് 2 നൈറ്റ്സ് നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പുറത്തുനിന്നല്ലേ എപ്പോഴും കഴിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ചുറ്റും കാണാനൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഏർലി ഡിന്നറാണ്, നമ്മൾ വേഗം കിടന്നുറങ്ങുന്നതായിരിക്കും. കാരണം നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ളതാണ്. നമ്മൾ ഫ്ലൈറ്റ് ടൈം വരുന്നത് ഉച്ചയ്ക്കാണ്. പക്ഷെ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം, കുറച്ച് ദൂരമുണ്ട് എയർപോർട്ടിലേക്ക്. ഹായ് ഗായ്സ്, ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ച് റൂമിൽ വന്നിട്ട് കിടന്നുറങ്ങി. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ എഴുന്നേറ്റ് നിന്ന് രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് വേഗം തന്നെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, നമ്മൾ ഇന്ന് മലേഷ്യയിലേക്ക് പോവാണ്. മലേഷ്യയിൽ നമ്മൾ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടായിരിക്കും നമ്മൾ തിരിച്ച് നേരെ ദുബായിക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ പാക്കിംഗ് ഒക്കെ ചെയ്തു. നമുക്കാണെങ്കിൽ ലഗേജ് 7 kg ആണല്ലോ. അപ്പം നമ്മളങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ഇവിടുന്ന് ചെയ്തിട്ടില്ല, ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. കാരണം വരുമ്പോഴേ ലഗേജിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി പോകുമ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ജീൻസും ഇതിൻ്റെ ഉള്ളിൽ വേറെ ടീഷർട്ടും, അർജുനാണെങ്കിൽ 3-4 ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, 2 ജീൻസൊക്കെ. അപ്പം അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി. ഇനി നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ എയർപോർട്ടിലേക്ക്. ഗൈസ്, ഞാൻ ഈ ഹോൾ ട്രിപ്പിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പ്രൊഡക്ട്സ് ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അതും അടിപൊളിയായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ സ്കിൻ ടൈപ്സുകാർക്ക് സ്യൂട്ടാവുന്ന ഒരു സ്കിൻ ടോണുകാർക്ക് സ്യൂട്ടാവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് മാമാഅർത്തിൻ്റെ പെറിലിഷ്യസ് മാർഗറൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ലാക്മിയുടെ വൈൻ ടച്ച്.
ഇത് മേബിലിൻ വൈനൽ ഇങ്ക് റേഞ്ചിൽ വരുന്ന കോയി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇതും മേബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് വരുന്നത് മോർ റസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അതാണ് എൻ്റെ ഫേവറേറ്റ് വൺ. പിന്നെ ഇതേപോലെ തന്നെ മേബിലിൻ്റെ സോസി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ ഇതും ലോറിയലിൻ്റെ ഷോപ്പിംഗ് സ്പ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സാണ്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ. അപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ് ഇതൊക്കെ. ആമസോണിൽ ഇപ്പം സെയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട്സിൽ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കും. നമ്മളിതാ റൂം ലോക്ക് ചെയ്ത് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും ആണ് പറഞ്ഞത്. അപ്പം ഫ്രൂട്ട്സ് എങ്ങനെയുണ്ട്? ഫ്രൂട്ട്സ് ഇവിടുന്ന് നമ്മൾ അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചിട്ടില്ല. അടിപൊളിയാ. ഈ തായ്ലാൻഡ്, ബാലി അവിടെയൊക്കെ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ക്ഷീണിച്ചു കഴിച്ചപ്പോഴേക്കും. ഇങ്ങനെ നമ്മൾ കുറച്ച് വിഷമത്തോടെ ഇവിടുന്ന് യാത്ര പറയുകയാണ്. കുറച്ച് വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോവല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. ഞങ്ങൾക്ക് ബാലി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഞങ്ങൾ എന്തായാലും വീണ്ടും വിസിറ്റ് ചെയ്യും എന്ന് പ്ലാൻ ചെയ്തൊരു കൺട്രിയാണ്. എല്ലാ രാജ്യവും അങ്ങനെയൊക്കെ തന്നെ. ടാക്സി വന്നിട്ടുണ്ട് പിക്കപ്പ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക്. അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറിയിട്ടുണ്ട്. നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഒരുപാട് നല്ല മെമ്മറീസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് സാധനമെല്ലാം ഇതാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതാ എയർപോർട്ടിൽ റീച്ച് ആയിട്ടുണ്ട്. നേരെ പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം. നമ്മൾ ചെക്ക് ഇൻ ഒക്കെ ചെയ്തു. അവര് വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ എന്തായി, നമ്മൾ വെറുതെ ഉള്ള ഡ്രസ്സ് മൊത്തം വാരി വലിച്ചിട്ടതൊക്കെ വേസ്റ്റായി. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. നാട്ടിൽ ഭയങ്കര സീനായിരുന്നു. നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. അവരങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. ചെക്ക് ചെയ്തൊന്നും ചെയ്തേ ഇല്ല. അപ്പം നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലൂടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോന്നൊക്കെ നോക്കി നടക്കുകയാണ്. നമ്മൾ ബോർഡ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫ്ലൈറ്റ് ഇതേ അവിടെ വന്നിട്ടുണ്ട്. എന്താ വിഷമമുണ്ടോ? ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. ഞങ്ങള് പിന്നെ വിൻഡോ സീറ്റ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നവരും കിട്ടിയില്ല, അങ്ങോട്ട് പോകുന്നവരും കിട്ടിയില്ല. നല്ല വലിയ ഫ്ലൈറ്റ് ആണ് ഗായ്സ്. അപ്പൊ നമ്മളിതാ മലേഷ്യയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ മലേഷ്യയുടെ മണ്ണിൽ വീണ്ടും ലാൻഡ് ചെയ്തിരിക്കുന്നു. വീണ്ടും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാലിയിലേക്ക് പോകുമ്പോൾ മലേഷ്യയിൽ ലേ ഓവർ ആയിരുന്നല്ലോ. അപ്പോൾ ബാലി സീരീസ് ഇവിടെ കഴിയാണ്. ഇനി മലേഷ്യ എന്നുള്ള വ്ളോഗ്സ് ആയിട്ട് വരാം. ബൈ.